Dear students, in this session we are discussing some questions based on Coulomb's law and electric field. First question, force experienced by a proton placed in an upward electric field of 4 into 10 raised to 4 Newton per Coulomb is dash. In this case, charge of proton Q equal to 1.6 into 10 raised to minus 19 Coulomb. Electric field capital E equal to 4 into 10 raised to 4 Newton per Coulomb. നോക്കൂ, ഈ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്, ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂവിന് പകരം 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19, ക്യാപിറ്റൽ ഇക്ക് പകരം 4 ഇൻറ്റു 10 റേസ് ടു 4 ഈക്വൽ ടു 6.4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 15 ന്യൂട്ടൺ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനും കൂടിയും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്, അതുകൊണ്ട് ഡയറക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ഇൻ ദി അപ്പർ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ നമ്മളിങ്ങനെയാണ് ക്ലിയർ ആയിട്ട് പറയുക, 6.4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 15 ന്യൂട്ടൺ ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. Next question, an oil drop of 12 excess electrons is held stationary under a constant electric field of 2.55 into 10 raised to 4 N per C in milligauss oil drop experiment. The density of the oil is 1.260 gram per centimeter cube. Estimate the radius of the drop. Given acceleration due to gravity g equal to 9.81 meter per second square, small e equal to 1.6 into 10 raised to minus 19 coulomb. അപ്പോൾ നോക്കൂ, ഇത് മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിൻ്റെ കേസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഓയിൽ ഡ്രോപ്പിനെയാണ് നടുവിലൊരു റൗണ്ടായിട്ട് കാണിച്ചത്. നോക്കൂ, ഈ കേസിൽ രണ്ട് ഫോഴ്സുകളാണ് ഓയിൽ ഡ്രോപ്പിൽ ഉണ്ടാവുക. ഒന്ന് എം ജി എന്നുള്ള ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിലും, നമ്മൾക്കറിയാവുന്ന ഇലക്ട്രിക് ഫോഴ്സ് ക്യു ഇ എന്നുള്ളത് അപ്വേർഡ് ഡയറക്ഷനിലും. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി എന്ന് പറയുന്ന കേസിൽ നമ്മൾ പറയും ഈ രണ്ട് ഫോഴ്സുകളും എങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എം ജി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യു ഇ ആയിരിക്കും. നോക്കൂ, ഇനി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്സാണ്. മാസ് എന്നുള്ള കേസിനെ നമ്മൾ ഡെൻസിറ്റി വോളിയം കേസിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം, മാസ് എന്നുള്ളതിന് പകരം വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. അങ്ങനെയാണ് നമ്മൾ എഴുതിയത്. ദാറ്റ് ഈസ് എമ്മിന് പകരം വി ഇൻറ്റു റോ. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റിയാണ്. വി റോ ജി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യു ഇ. Now volume V equal to magnitude of QE divided by rho into G. നമ്മൾ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, Q അഥവാ E എന്ന് പറയുമ്പോൾ 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 ആണ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ 12 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കൊണ്ട് Q എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 12 ഇൻറ്റു 1.6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 19 എന്ന് കൊടുക്കണം. ദാറ്റ് ഇൻറ്റു ഇ എന്നുള്ളതിന് പകരം 2.55 ഇൻറ്റു 10 റേസ് ടു 4 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി റോ എന്നുള്ളതിന് പകരം 1.260 ഇൻറ്റു 10 റേസ് ടു 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഇൻറ്റു ജി 9.81. ശ്രദ്ധിക്കുക, ഇവിടെ ഡെൻസിറ്റി തന്നിട്ടുള്ളത് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണ്. ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിനെ നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എങ്ങനെ ചെയ്യും, ഇൻറ്റു 10 റേസ് ടു 3 എന്നാണ് വരിക. ഇനി നോക്കൂ, നമുക്ക് ഈ കേസിൽ കണ്ടുപിടിക്കാനുള്ളത് ദി എസ്റ്റിമേറ്റ് ദി റേഡിയസ് ഓഫ് ദി ഡ്രോപ്പാണ്. ഡ്രോപ്പിൻ്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഓയിൽ ഡ്രോപ്പ് ആയതുകൊണ്ട് നമുക്കറിയാവുന്നതാണ് സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ വി എന്നുള്ളതിന് പകരം എഴുതി 4/3 പൈ ആർ ക്യൂബ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 3.961 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18 എന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. ദെർഫോർ ആർ ക്യൂബ് ഈക്വൽ ടു 3.961 ഇൻറ്റു 10 റേസ് ടു മൈനസ് 18
ഡിവൈഡഡ് ബൈ 4/3 ഇൻറ്റു 3.14 എന്ന് വരും. ആർ ക്യൂബ് ഈക്വൽ ടു നമുക്കൊരു വാല്യൂ കിട്ടും. അതിൻ്റെ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് റേഡിയസ് ആർ ഈക്വൽ ടു 9.81 ഇൻറ്റു 10⁻⁻7 മീറ്റർ. Next, question number 3. Two charges plus 4q and plus q are placed in a line at a separation D. Where should a third charge capital Q be placed to attain equilibrium? അപ്പോൾ നോക്കൂ, നമ്മൾ ഈ കേസിൽ രണ്ട് ചാർജുകൾ, ഒരു ചാർജ് പ്ലസ് 4q ആണ്, മറ്റേ ചാർജ് എത്രയാണ്? പ്ലസ് q ആണ്. ആ രണ്ട് ചാർജുകളുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്മോൾ ഡി ആണ്. അപ്പോൾ യെല്ലോ ആരോ വെച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളത് പ്ലസ് 4q പ്ലസ് സ്മോൾ ക്യൂവിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ഡി എന്ന് കാണിച്ചു. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വേർ ഷുഡ് എ തേർഡ് ചാർജ് ക്യാപിറ്റൽ ക്യൂ ബി പ്ലേസ്ഡ് ടു അറ്റെയിൻ ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫോർ ഇക്വിലിബ്രിയം the resultant force should be 0. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സുകൾ ആയിരിക്കണം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ രണ്ട് കേസായിട്ടാണ് ഫോഴ്സ് ഉള്ളത്. ദറ്റ് ഈസ് ഫോഴ്സ് ഓൺ ദി ചാർജ് പ്ലസ് ക്യൂ ഡ്യൂ ടു ദി ചാർജ് പ്ലസ് 4q. നമ്മൾ ആ കേസും അതേപോലെ തന്നെ ഫോഴ്സ് ഓൺ ദി ചാർജ് പ്ലസ് ക്യൂ ഡ്യൂ ടു ദി ചാർജ് പ്ലസ് സ്മോൾ ക്യൂ. അപ്പോൾ ഈ രണ്ട് കേസും നമുക്കറിയാം ഒന്നൊന്നിന്ന് റിപ്പൽ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ യെല്ലോ ആരോ പോലെ തന്നെ ഫോഴ്സ് ഒന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? റൈറ്റിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലസ് 4q പ്ലസ് സ്മോൾ ക്യൂവിൻ്റെയും ഇടയിലായിട്ടാണ് നമുക്ക് ക്യൂ എന്നുള്ള ചാർജ് പ്ലേസ് ചെയ്യാൻ പറ്റുക. കാരണം ഇൻ ദിസ് കേസ് ദി റിസൾട്ടൻറ്റ് ഫോഴ്സ് ഷുഡ് ബി 0. ഇനി നമ്മൾ ആ കൺസെപ്റ്റ് ഇക്വേഷനായിട്ട് എഴുതാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ക്യൂവിൻ്റെയും പ്ലസ് സ്മോൾ ക്യൂവിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ സ്മോൾ എക്സ് എന്ന് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പ്ലസ് 4q പ്ലസ് ക്യാപിറ്റൽ ക്യൂവിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? d-x ആയിരിക്കും. നോക്കൂ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? കൂളംസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കൂളംസ് ലോ നമുക്കറിയാം 1/4πε0 q1 q2/r² ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കുമ്പം 1/4πε0 ഇൻറ്റു സ്മോൾ ക്യൂ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ x². എന്താണ് ഇക്വേഷൻ? എന്താണ് കാണിക്കുന്നത് മനസ്സിലാക്കണം. ഇവിടെ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ചാർജ് പ്ലസ് ക്യൂ ഡ്യൂ ടു ദി ചാർജ് സ്മോൾ ക്യൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? 1/4πε0 ഇൻറ്റു സ്മോൾ ക്യൂ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എക്സ്. ദെർഫോർ 1/4πε0 ഇൻറ്റു സ്മോൾ ക്യൂ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ x² ഈക്വൽ ടു, സെക്കൻഡ് കേസ് എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ചാർജ് പ്ലസ് ക്യൂ ഡ്യൂ ടു ദി ചാർജ് പ്ലസ് 4q. അപ്പോൾ അവിടെ നമ്മൾ q1 q2 എന്നുള്ളതിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? പ്ലസ് 4q അതേപോലെ തന്നെ പ്ലസ് ക്യാപിറ്റൽ ക്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് d ആണെങ്കിൽ പ്ലസ് 4q പ്ലസ് ക്യൂവിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? d-x ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി ഇക്വേഷൻ? 1/4πε0 ഇൻറ്റു പ്ലസ് 4q ഇൻറ്റു പ്ലസ് ക്യാപിറ്റൽ ക്യൂ ഡിവൈഡഡ് ബൈ d-x² എന്ന് കിട്ടി. നോക്കൂ, 1/4πε0 1/4πε0 നമ്മൾ ക്യാൻസൽ ചെയ്തു. സ്മോൾ ക്യൂ ക്യാപിറ്റൽ ക്യൂ ആർ ക്യാൻസൽ. ദെർഫോർ 1/x² ഇസ് ഈക്വൽ ടു 4/d-x². ദാറ്റ് ഈസ് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ d-x² ഡിവൈഡഡ് ബൈ x² ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ d-x/x ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. നോക്കൂ, ഈ കേസിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് ആയിട്ട് രണ്ട് വാല്യൂസ് കിട്ടും. ഇവിടെ പോസിറ്റീവ് വാല്യൂ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ, അത് മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ d-x/x ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് x ഇസ് ഈക്വൽ ടു d/3. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? d/3 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Four charges are placed at the corners of a square of side A as in figure. Find the net force on the charge at corner C. നോക്കൂ, ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. സ്ക്വയറിൽ 4 പോയിൻറ്റ്സ് ഉണ്ട്, എ ബി സി ഡി. എയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ചാർജ് പ്ലസ് ക്യൂ ആണ്, ബിയിൽ പ്ലസ് ക്യൂ ആണ്, സിയിൽ മൈനസ് ക്യൂ ആണ്, ഡിയിൽ പ്ലസ് ക്യൂ ആണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും എ ബി ബി സി എന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ എ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ഫോഴ്സ് ഓൺ ദി ചാർജ് അറ്റ് കോർണർ സി ആണ്. അപ്പോൾ നമ്മൾ ആ ഫിഗർ റീഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കേസിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പോയിൻ്റ് സി ഡ്യൂ ടു ദി പോയിൻ്റ് ബി. അതായത് സിയിൽ ചാർജ് മൈനസ് ക്യൂ ആണ്, ബിയിൽ ചാർജ് പ്ലസ് ക്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ്, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമ്മൾ F1 എന്ന് എടുത്തു. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവുമാണ്. അതുകൊണ്ട് തന്നെ F1ൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് ബി ആണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ F1 എന്നുള്ള ഫോഴ്സ് കൂളംസ് ലോ വെച്ചിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വി ഗെറ്റ് F1 ഈക്വൽ ടു 1/4πε0 ഇൻറ്റു സ്മോൾ ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ എ ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് വരും, equal to 1/4πε0 into q square by a square. Similarly, force acting on C due to the point D. അപ്പോൾ സിയിലെ ചാർജ് മൈനസ് ക്യൂ ആണ്, ഡിയിലെ ചാർജ് പ്ലസ് ക്യൂ ആണ്. ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് എങ്ങനെയായിരിക്കും? ടുവേർഡ്സ് ഡി ആയിരിക്കും. നോക്കൂ, വീണ്ടും നമ്മൾ കൂളംസ് ലോ അപ്ലൈ ചെയ്തിട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് F2 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 1/4πε0 ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് കിട്ടും. ഇനി രണ്ട് ഇക്വേഷൻ, അതായത് F1 F2 എന്നുള്ള ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് F1 ഈക്വൽ ടു F2 ദാറ്റ് ഈസ് ഈക്വൽ ടു F എന്ന് നമ്മൾ എഴുതി. നോക്കൂ, ഇനി ഈ കേസിൽ നമ്മൾ റിസൾട്ടൻ്റ് ഓഫ് F1 F2 എന്നുള്ള കേസ് വെക്റ്റർ എഡിഷൻ ലോ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് റിസൾട്ടൻ്റ് F ഡാഷ് ഈക്വൽ ടു റൂട്ട് ഓഫ് F square plus F square plus 2F into F that is 2F square cos 90. നോക്കൂ, ഇവിടെ ഒരു സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് തീറ്റ ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും, 90 ആണ്. ഇനി കോസ് 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ദെർഫോർ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ പ്ലസ് 0 എന്ന് വരും, ഈക്വൽ ടു റൂട്ട് ഓഫ് എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മീൻസ് 2F സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു എഫ്. നോക്കൂ, നമ്മൾ ഈ കേസിൽ നമ്മളെ ലാസ്റ്റ് നമുക്ക് എന്താണോ ഡിറ്റർമിൻ ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല. നമുക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി നെറ്റ് ഫോഴ്സ് ഓൺ ദി ചാർജ് അറ്റ് കോർണർ സി ആണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് ഏത് പോയിൻറ്റും കൂടി കൺസിഡർ ചെയ്യണം? ഇവിടെ എ എന്നുള്ള പോയിൻറ്റും കൂടി കൺസിഡർ ചെയ്യണം. ഫോഴ്സ് ആക്ടിങ് ഓൺ സി ഡ്യൂ ടു ദി പോയിൻ്റ് എ എന്നുള്ള കേസും കൂടി ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നെറ്റ് ഫോഴ്സ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എഫ് നെറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? നേരത്തെ കണ്ടിട്ടുള്ള എഫ് ഡാഷ് പ്ലസ് F3 ആയിരിക്കും. നോക്കൂ, F3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പോയിൻ്റ് സി ഡ്യൂ ടു ദി പോയിൻ്റ് എ ആണ്. അപ്പോൾ സിയിലുള്ള ചാർജ് മൈനസ് ക്യൂ ആണ്, എയിലുള്ള ചാർജ് പ്ലസ് ക്യൂ ആണ്. എഗെയിൻ നമ്മൾ കൂളംസ് ലോ അപ്ലൈ ചെയ്തു. F3 ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു സ്മോൾ ക്യൂ ഇൻറ്റു മൈനസ് ക്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് 2A സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്? ഇവിടെ നോക്കുക, ഇവിടെ എ ഡി എന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ എ ആണ്, ഡി സി എന്നുള്ള ഡിസ്റ്റൻസ് സ്മോൾ എ ആണ്. റിസൾട്ടൻ്റ് എ സി നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? എ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2A സ്ക്വയർ എന്ന് വരും. ദെർഫോർ എ സി ഇസ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് 2A എന്ന് വരും. അപ്പോൾ ഇവിടെ എ സി സ്ക്വയർ ആണ് ഡിസ്റ്റൻസ്. അതുകൊണ്ട് ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/4πε0 ഇൻറ്റു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2A സ്ക്വയർ. മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. നോക്കൂ, ഇനി 1/4πε0 ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് ആണ്. ദെർഫോർ F3 ഈസ് ഈക്വൽ ടു F/2 എന്ന് വരും. ഇനി നമുക്കിവിടെ
റിസൾട്ടൻറ്റ് ഫോഴ്സ് അഥവാ നെറ്റ് ഫോഴ്സ് കാണാം. ദാറ്റ് ഈസ് എഫ് നെറ്റ് ഈക്വൽ ടു എഫ് ഡാഷ് പ്ലസ് F3 ചെയ്യണം. അപ്പോൾ എഫ് ഡാഷിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു എഫ് ആണ്, പ്ലസ് F3 ഈസ് ഈക്വൽ ടു എന്താ F/2. അപ്പോൾ ഇവിടെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 പ്ലസ് 1/2 ഉള്ളിലെഴുതി, പുറത്ത് നമ്മൾ എന്തെഴുതി എഫ് എന്ന് എഴുതി. അപ്പോൾ ഇതാണ് സി എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫോഴ്സ്. ദാറ്റ് ഈസ് എഫ് നെറ്റ് ഈക്വൽ ടു √2 പ്ലസ് 1/2 ഇൻറ്റു എഫ് എന്ന് കിട്ടും. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 5. 3 charges, each of charge plus q, are placed at the corner of an equilateral triangle of side A. Find the net force on the charge at corner C. നോക്കൂ, ഇവിടെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്, എ ബി സി. അപ്പോൾ എയിലുള്ള ചാർജ് പ്ലസ് ക്യൂ ആണ്, ബിയിൽ പ്ലസ് ക്യൂ ആണ്, സിയിലും പ്ലസ് ക്യൂ ആണ്. സെപ്പറേഷൻ എല്ലാം സെയിം ആണ്, സ്മോൾ എ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദി നെറ്റ് ഫോഴ്സ് ഓൺ ദി ചാർജ് അറ്റ് കോർണർ സി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പേ ചെയ്തിട്ടുള്ള അതേപോലത്തെ തന്നെയാണ് നമ്മൾ ഈ കേസും സോൾവ് ചെയ്യുക. അവിടെ സ്ക്വയർ ആയിരുന്നു, പക്ഷേ ഇവിടെ എന്താണ്, ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ആംഗിൾ തീറ്റ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും, 60 ഡിഗ്രി ആണ്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പോയിന്റ് സി ഡ്യൂ ടു ദി പോയിന്റ് എ. നോക്കൂ, നമ്മൾ അതിനെ F1 എന്ന് എടുക്കുക. ഇവിടെ എയിലുള്ള ചാർജ് പ്ലസ് ക്യൂ ആണ്, സിയിലുള്ള ചാർജ് പ്ലസ് ക്യൂ ആണ്, രണ്ടും പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസിൽ F1 എന്നുള്ളത് എവേ ആയിട്ട്, സിന്ന് എവേ ആയിട്ട് F1ൻ്റെ ഡയറക്ഷൻ കാണിക്കാം. സിമിലർലി ഫോഴ്സ് ആക്ടിങ് ഓൺ ദി പോയിന്റ് സി ഡ്യൂ ടു ദി പോയിന്റ് ബി, നമ്മൾ അതിനെ F2 എന്ന് കൺസിഡർ ചെയ്യും. സിയിലുള്ള ചാർജ് പ്ലസ് ക്യൂ ആണ്, ബിയിലുള്ള ചാർജ് പ്ലസ് ക്യൂ ആണ്, രണ്ട് കേസും പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ F2ൻ്റെ ഡയറക്ഷൻ എവേ ഫ്രം സി ആയിട്ട് കാണിക്കും. ഇനി കൂളംസ് ലോ വെച്ചിട്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് F1ഉം മാഗ്നിറ്റ്യൂഡ് ഓഫ് F2ഉം കണ്ടുപിടിക്കുക. ദറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 ഈക്വൽ ടു 1/4πε0 ഇൻറ്റു സ്മോൾ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എ ആണ്, ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഈക്വൽ ടു q²/4πε0 a സ്ക്വയർ. സിമിലർലി മാഗ്നിറ്റ്യൂഡ് ഓഫ് F2 ഇസ് ഈക്വൽ ടു, ഈ കേസിലും രണ്ട് പോയിന്റ് ചാർജുകളും ക്യൂ തന്നെയാണ്. ദറ്റ് ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു q²/a സ്ക്വയർ. Therefore magnitude of F1 equal to magnitude of F2 is equal to എത്രയായിരിക്കും, എഫ് ആയിരിക്കും. നോക്കൂ, ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള പാരലോഗ്രാം ലോ റിസൾട്ടൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുക. F1 F3 എന്നുള്ള വെക്ടേഴ്സിൻ്റെ റിസൾട്ടൻ്റ് കാണാൻ നമ്മൾ എഫ് നെറ്റ് എന്ന് കൺസിഡർ ചെയ്തു. ദറ്റ് ഈസ് ഈക്വൽ ടു √F1² പ്ലസ് F2² പ്ലസ് 2F1 F2 കോസ് തീറ്റയാണ്. F1 F2 എന്നുള്ളതിന് പകരം എഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദറ്റ് ഈസ് ഈക്വൽ ടു √F² plus F² plus 2F² cos 60. Value of cos 60 is equal to half ആണ്. Therefore F net is equal to √F² plus F² plus 2F² into 1/2 equal to F² plus F² plus F² എന്ന് വരും. That is equal to √3F² equal to √3 into F. Next question number 6. Two identical charges repel each other with a force of 16 Newton. If the distance between the charges is doubled, the force will be dash. നോക്കൂ, ഇത് കൂളംസ് ലോ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഐഡൻറ്റിക്കൽ ചാർജസ്, അതിൻ്റെ ഇടയിൽ റിപ്പൾസീവ് ഫോഴ്സ് 16 ന്യൂട്ടൺ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ഈസ് ഡബിൾഡ്. ഇടയിലുള്ള ആർ എന്നുള്ള ഡിസ്റ്റൻസ് ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു KE²/R². അപ്പോൾ നമുക്കറിയാം കൂളംസ് ലോ പ്രകാരം ഫോഴ്സിൻ്റെ ഇക്വേഷൻ 1/4πε0 ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R² ആണ്. ഇവിടെ ഞാൻ 1/4πε0 എന്നുള്ളതിന് പകരം K എന്നാണ് ഡിനോട്ട് ചെയ്തത്. ദെർഫോർ F ഇസ് ഈക്വൽ ടു KE² ഡിവൈഡഡ് ബൈ R². ഇനി നോക്കൂ, നമുക്ക് ഫോഴ്സ് തന്നിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 16 ന്യൂട്ടൺ
എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എഫ് ഇസ് ഈക്വൽ ടു 16m. ഇനി പറയുന്നത് ഇഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ഈസ് ഡബിൾഡ്. ആദ്യത്തെ കേസിൽ r എന്നുള്ളതിന് പകരം രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്തായിട്ട് എടുക്കണം? 2r എന്ന് കൺസിഡർ ചെയ്യണം. Therefore എഫ് ഡാഷ് ഈക്വൽ ടു കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇവിടെ 2r സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 4r സ്ക്വയർ എന്ന് വരും. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഈക്വൽ ടു കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4r സ്ക്വയർ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കെ ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്രയാണ്? എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ന്യൂട്ടൺ ആണ്. അപ്പോൾ കെ ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്നുള്ളതിന് മാത്രം പകരം നമ്മൾ 16 എന്ന് കൊടുക്കുക. ദെർഫോർ എഫ് ഡാഷ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. വി നോ 16 ബൈ 4 ഇസ് ഈക്വൽ ടു 4. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 4 ന്യൂട്ടൺ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. Two identical charges repel each other with a force of 4 Newton. If the distance between the charges is half, the force will be dash. നമ്മൾ ഇതിൻ്റെ മുമ്പേ കൂളംസ് ലോ ഉപയോഗിച്ച് ചെയ്തിട്ടില്ല അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് നേരത്തെ ഡബിൾ ആയിരുന്നെങ്കിൽ ഈ കേസിൽ ഹാഫ് ആവുകയാണ് ചെയ്തത്. ദറ്റ് ഈസ് കൂളംസ് ലോയുടെ ഇക്വേഷൻ എഴുതി. എഫ് ഇസ് ഈക്വൽ ടു കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഫ് ഡാഷ് ഈക്വൽ ടു കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഡാഷ് സ്ക്വയർ. ഈ കേസിൽ ആർ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്? ആർ ബൈ 2 ആണ്. എഫ് ഡാഷ് ഈക്വൽ ടു കെ ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഡാഷിന് പകരം ആർ ബൈ 2 കൊടുക്കുമ്പം ആർ സ്ക്വയർ ബൈ 4 വരും. ആർ സ്ക്വയർ ബൈ 4 നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള 4 ന്യൂമറേറ്ററിലേക്ക് പോകും. ദെർഫോർ എഫ് ഡാഷ് ഈക്വൽ ടു കെ ഇ സ്ക്വയർ ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടും. നൗ കെ ഇ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 4 ന്യൂട്ടൺ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെർഫോർ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 4 എന്ന് വരും. ഓർ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു എഫിൻ്റെ വാല്യൂ 4 ആണ്. 4 ഇൻറ്റു 4 ഈക്വൽ ടു 16 ന്യൂട്ടൺ എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. കാൽക്കുലേറ്റ് ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് 4 millimeter away ഫ്രം ആൻ ആൽഫ പാർട്ടിക്കിൾ. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ. ക്യൂ ഈക്വൽ ടു, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നത് എന്താ വെച്ചാൽ ഇവിടെ ക്യൂവിൻ്റെ വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ആൻ ആൽഫ പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്യൂ എന്നുള്ളതിന് പകരം നമുക്കറിയാം ആൽഫ പാർട്ടിക്കിളിൻ്റെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തെടുക്കണം? ക്യൂ ഈക്വൽ ടു 2 × 1.6 × 10⁻⁻19 കൂളം എന്ന് കൺസിഡർ ചെയ്യണം. ആർ ഈക്വൽ ടു 4 millimeter നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 4 × 10⁻³ മീറ്റർ എന്ന് വരും. ഈ കേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4πε0 പകരം 9 × 10⁻9 എന്ന് വരും. ഇൻറ്റു ക്യൂ എന്നുള്ളതിന് പകരം 2 × 1.6 × 10⁻19 ഡിവൈഡഡ് ബൈ ആറിന് പകരം 4 × 10⁻³ ആർ സ്ക്വയർ. 4 × 10⁻³ സ്ക്വയർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.8 × 10⁻⁴ യൂണിറ്റ് എൻ പെർ സി. ക്വസ്റ്റ്യൻ നമ്പർ 9. ഇത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 point charges of 20 microcoulomb and 80 microcoulomb are placed 18 centimeter apart. Find the position where the electric field is 0. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്ന പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആകുക എന്നുള്ള കേസാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ മുമ്പേ നമ്മൾ ഫോഴ്സിൻ്റെ കേസ് ചെയ്തു. അതേപോലെ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ഫിഗറിൽ 2 പോയിൻറ്റ്സ്, ഒന്ന് ക്യാപിറ്റൽ എ, അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള ചാർജ് 20 മൈക്രോകൂളാണ്. ക്യാപിറ്റൽ ബി തന്നിട്ടുണ്ട്, അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ള ചാർജ് 80 മൈക്രോകൂളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ എവിടെ പ്ലേസ് ചെയ്താലാണ്, എവിടെയാണ് ഒരു തേർഡ് ചാർജ് പ്ലേസ് ചെയ്യുമ്പം ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ 2 കേസിലെയും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കും. അതായത് നമ്മൾ നടുവിൽ എ ബിയുടെ നടുവിലായിട്ടൊരു
ബ്ലൂ പോയിൻ്റ് അവിടെ വെച്ചിട്ടുണ്ട്. നോക്കൂ, അതാണ് നമ്മൾ പൊസിഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നോക്കുക, എ ബിയുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 18 സെൻറ്റിമീറ്റർ ആണ്. എയുടെയും ഇനി പുതിയതായിട്ടുള്ള പൊസിഷൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി പോയിൻ്റ്, നമ്മൾ ആ പോയിൻറ്റിനെ സി എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി പോയിൻ്റ് സി ഡ്യൂ ടു ദി പോയിൻ്റ് എ, നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? കെ ഇൻറ്റു 20 × 10⁻⁶ ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് എക്സ് സ്ക്വയർ ആണ്, ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? അടുത്ത കേസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി പോയിൻ്റ് സി ഡ്യൂ ടു ദി പോയിൻ്റ് ബി, ബിയിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ചാർജ് 80 മൈക്രോ കൂളാണ്. അതുകൊണ്ട് തന്നെ കെ ഇൻറ്റു 80 × 10⁻⁶ ഡിവൈഡഡ് ബൈ പുതിയ പൊസിഷൻ സിയും ബിയും അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 - x ആണ്, ദാറ്റ് ഈസ് 18 - x സ്ക്വയർ എന്ന് കിട്ടും. നോക്കൂ, ഈ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് 0 ആകുക എന്ന് പറയുന്ന ആ പൊസിഷൻ, അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ എന്നുള്ളത് ഓപ്പോസിറ്റാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ഫോഴ്സിൻ്റെ കേസിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇനി നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 20 അതേപോലെ തന്നെ 80, 20 80 ഇവിടെ 4 വരും. 10⁻⁶ 10⁻⁶ കെ ക്യാൻസൽ ചെയ്യും. ഇനി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1/x is equal to ±2 ഡിവൈഡഡ് ബൈ 18 - x എന്ന് വരും. സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 1/x ഈക്വൽ ടു +or-2 ഡിവൈഡഡ് ബൈ 18 - x എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 2x ഈക്വൽ ടു +18 - x, സിമിലർലി 2x ഈക്വൽ ടു -18 - x, അങ്ങനെ രണ്ട് വാല്യൂസ് വരും. 3x ഈക്വൽ ടു 18 വരും. രണ്ടാമത്തെ കേസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ x is equal to -18 സെൻറ്റിമീറ്റർ വരും. ഫസ്റ്റ് കേസിൽ 3x ഈക്വൽ ടു 18, ദെർഫോർ x is equal to എന്ത് വരും? 6 സെൻറ്റിമീറ്റർ എന്ന് വരും. നമ്മൾ ഈ കേസിൽ ആൻസർ ആയിട്ട് എക്സിൻ്റെ വാല്യൂ കൊടുക്കുക 6 സെൻറ്റിമീറ്റർ എന്നാണ്. കാരണം പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വാലിഡ് ആയിട്ട് നമ്മൾ എടുക്കാറുള്ളൂ.